ഞാൻ കറൻ്റ്ലി PF മാത്യൂസ് സാറിൻ്റെ മൂങ്ങ എന്ന് പറയുന്ന ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഐ ഫൗണ്ട് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം ഐ തോട്ട് ഇറ്റ്സ് വർത്ത് ഷെയറിങ് വിത്ത് യു ഓൾ ആൻഡ് ഐ റീഡ് ഇറ്റ് ഔട്ട്. ഒരു മനുഷ്യന് സ്വന്തം മാധ്യമത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എത്ര വൈകിയാണ് ഉണ്ടാകുന്നത്. കുട്ടിക്കാലത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോഴാണ് ഈ തിരിച്ചറിവുണ്ടായത്. തുറന്നു പറയട്ടെ, പിന്നിട്ട കാലങ്ങളിലൊന്നും ലെവലേശം ഉണ്ടായിട്ടില്ല കുറ്റബോധം. വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കാണാൻ ഇറങ്ങിത്തിരിച്ച വെറും ഒരു കാണിയായ ഒരുവനെ കുറ്റവാളിയെപ്പോലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ നിർത്തിയിരിക്കുന്ന നിങ്ങൾക്കല്ലേ കുറ്റബോധം തോന്നേണ്ടത്? അതെ, നിങ്ങളാണ് എല്ലാം തുടങ്ങിവെച്ചത്. യന്ത്രമനുഷ്യരെ പടച്ചുവിടുന്നത് പോലെ മനുഷ്യക്കുഞ്ഞുങ്ങളെ നിർമ്മിച്ച് പ്രോഗ്രാം ചെയ്ത് ഈ ലോകത്തിലേക്ക് അയച്ച നിങ്ങളാണ് കുറ്റവാളികൾ. പാഠപുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ചങ്ങമ്പുഴയെയും ബഷീറിനെയും പെറുക്കിയെടുത്ത് അയലത്തെ ചെളിനിലത്തേക്ക് പറപ്പിച്ചുവിട്ട എൻ്റെ പിതാവിനെ ഞാൻ ഓർത്തുപോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല കുഞ്ഞുങ്ങളുടെയും പിതാക്കന്മാർ ഒറ്റ പകർപ്പാണ്. സ്വന്തം അണ്ട ബീജസഞ്ചികളിൽ നിന്നുണ്ടാകുന്ന കുട്ടികളുടെ ഫാസിസ്റ്റ് മുതലാളിമാരാണ് തങ്ങളെന്ന ഉറച്ച ബോധ്യം. ഈ ലോകത്തിന് മുഴുവനും അതുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കുട്ടികളെ നിർമ്മിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ ഞാൻ എത്തിയത്. ഒരു കുട്ടിയെ സ്വന്തം പേരിൽ സൃഷ്ടിക്കുന്ന നിമിഷം മനുഷ്യൻ ഫാസിസ്റ്റായി മാറുമെന്നത് പ്രപഞ്ച സത്യം മാത്രം. അപ്രകാരം വികലാംഗനായി പിറക്കുന്ന ഒരു കുഞ്ഞ് സ്വന്തം മാധ്യമത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എത്രയോ കാലം കഴിഞ്ഞായിരിക്കും. എല്ലാ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ ആയി തീരേണ്ടതുണ്ട്. ഞാൻ ആരാണെന്ന ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: കാണി, വെറും കാഴ്ചക്കാരൻ. കാഴ്ചകളായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുക എന്നതു മാത്രമാണ് എൻ്റെ ജീവിത ദൗത്യം. ആ തിരിച്ചറിവുണ്ടായ നിമിഷം തൊട്ട് പ്രധാനപ്പെട്ടതെന്ന് ലോകം വിശ്വസിക്കുന്ന ഇണചേരൽ, കുടുംബസ്ഥാപനം, ശിശുപരിപാലനം തുടങ്ങിയ പല പ്രവർത്തികളിൽ നിന്നും ഞാൻ മോചിതനായി. മൃദുല വികാരങ്ങൾ കൊണ്ട് മലിനമാക്കാത്ത കാഴ്ചകൾ മാത്രമാണ് എൻ്റെ മാധ്യമം. ഈ മൃദുല വികാരങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. അവയുടെ ദംശന മേൽക്കുന്ന നിമിഷം കാഴ്ചകൾ ചീഞ്ഞു വീർക്കും. അതിൻ്റെ ഉപഭോക്താവിനും സംഭവിക്കുന്നത് മറ്റൊന്നല്ല. ആകയാൽ കാലത്തിന് സൂക്ഷിക്കാനാകാത്ത മാർദ്ദവങ്ങളെ മുഴുവൻ തുരന്നു കളഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാഴ്ചകളെ തിരഞ്ഞെടുത്തത്. കാഴ്ചകളെ കാലത്തിൻ്റെ ശീതസംഭരണിയിൽ ശേഖരിച്ചു വയ്ക്കുന്ന ഏറ്റവും വിലപിടിച്ച അവയവമായ കണ്ണുകളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന ബോധ്യം തീർച്ചയായും എനിക്കുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി തന്നെ ഞാൻ കണ്ണുവൈദ്യനെ കണ്ട് പരിശോധനകൾ നടത്തുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ധത വെറുമൊരു വൈകല്യമല്ല, മരണം തന്നെയാണ്.